സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച കായംകുളം നഗരസഭയിൽ ഉൾപ്പെട്ട റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിനു വേണ്ടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം, വാട്ടർ അതോറിറ്റി, ജലജീവൻ മിഷൻ, അമൃത് പദ്ധതി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അവലോകന യോഗം ചേർന്നതായി യു പ്രതിഭ MLA അറിയിച്ചു. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിനാണ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ ചുമതല. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച കായംകുളം നഗരസഭയിൽ ഉൾപ്പെട്ട കാക്കനാട് കാങ്കാലി റോഡ്, നിറയിൽമുക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട അമ്പലമുക്ക്, വടക്കൻ കോയിക്കൽ എന്നീ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിനു വേണ്ടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം, വാട്ടർ അതോറിറ്റി, ജലജീവൻ മിഷൻ, അമൃത് പദ്ധതി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അവലോകന യോഗം അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നവീകരിക്കുന്ന ഈ റോഡുകളിൽ കുടിവെള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി 3 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കൈമാറാൻ ജലജീവൻ മിഷൻ, അമൃത് പദ്ധതികളുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. കാലങ്ങളായി തകർന്നു കിടന്ന ഗതാഗതം ദുഷ്കരമായിരുന്ന ഈ റോഡുകൾ യു പ്രതിഭ MLAയുടെ അഭ്യർത്ഥന പ്രകാരം 2024-2025 സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിനാണ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ ചുമതല. CDNet ന്യൂസ്, കായംകുളം.